ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമ എൻ്റെ മൈ ഗോഡ്, ഇവരോട് ആരെങ്കിലും ഞാനാണ് ജ്യൂസിൽ ഉറക്ക ഗുളിക കലക്കി കൊടുത്തതെന്ന് പറഞ്ഞു കൊടുത്തോ, അവർക്ക് എന്നെ നല്ല സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് എനിക്ക് അത് കേൾക്കുന്നത്. ഓ, അപ്പോൾ ആൻറ്റി അവരെ ചീറ്റ് ചെയ്തല്ലേ? ഒന്ന് പതുക്കെ പറ എനിക്ക് ബേബി, ഒക്കെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാ. എനിക്ക് ബേബി ഇതാരോടും പറയരുത് എന്ന് പറയാട്ടോ മനോരമ. മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ. അതുകൊണ്ട് ഞാൻ അവർക്ക് സ്ലീപ്പിംഗ് പിൽസ് ജ്യൂസിൽ അങ്ങ് കലക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് പറയുന്നുണ്ട്, എങ്കിലും ആൻറ്റി ചീറ്റ് ചെയ്ത ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഫെയർ. എങ്കിലും ശ്രുതിയുടെ ആൻറ്റി പാവം എന്ന് പറയണേ. ഓ, അവർ പാവമാണ്, അപ്പം ഞാനോ എന്ന് ചോദിക്കാട്ടോ മനോരമ. തുടർന്ന് നമ്മുടെ അഞ്ജലി അനൗൺസ് ചെയ്യുന്നുണ്ട്, വധുവിന്റെ അനിയത്തി അവരുടെ കൂട്ടുകാരികളോടൊപ്പം കളിക്കുന്ന ഡാൻസോടുകൂടി ഈ സംഗീത പരിപാടി അവസാനിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ശ്രുതിയൊക്കെ നന്നായിട്ട് മാറ്റി വന്നിട്ട് പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, എന്തായി ചേച്ചി, അവളെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല, ഫോൺ സ്വിച്ച്ഡ് ഓഫാ എന്നാ പറയുന്നത്. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ ചേച്ചി? ഇനിയിപ്പോൾ അവളെ കാത്തു നിന്നിട്ട് കാര്യമല്ല ശ്രുതി. അതെങ്ങനെയാ ചേച്ചി? പെയർ ഡാൻസ് അല്ലേ അവൾ ചെയ്യേണ്ട മെയിൽ പാർട്ടാ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ സ്റ്റേജിലേക്ക് കയറിക്കോ, എന്തെങ്കിലുമൊക്കെ അങ്ങ് കാട്ടിക്കൂട്ട്, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ? ചെല്ല് ശ്രുതി ചെല്ലെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിടുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്യാം ആ തേഴിനെ ഒരു ഡപ്പയിലാക്കിയിട്ട് ഷെൽഫിൽ വെച്ച് പൂട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വിവാഹിതനായതല്ലേ നിന്റെ പ്രശ്നം? അഞ്ജലി ഇല്ലാതായാൽ എനിക്കെന്നെ വിവാഹം കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. നീ ഇന്നുകൂടി ക്ഷമിക്ക്, നാളെ മുതൽ ഞാൻ വിഡോവറാ. നിന്റെയോ എന്റെയോ ജീവിതത്തിൽ നാളെ മുതൽ അഞ്ജലി എന്നൊരു തടസ്സം ഉണ്ടാവില്ല. നിന്റെ ജീവിതത്തിലെ പുരുഷൻ ഞാൻ തന്നെയാടി എന്ന് പറയട്ടോ ശ്യാം. തുടർന്ന് നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ സ്റ്റേജിൽ. അപ്പം എല്ലാവരും ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടേ. അപ്പോൾ ശ്രുതി ഇടയ്ക്ക് പ്രീതിയെ നോക്കിയിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫോൺ. പ്രീതി പറയുന്നുണ്ട്, ഇല്ല, സമാധാനിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആംഗ്യ ഭാഷയിൽ. അതിനുശേഷം നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ കൂട്ടുകാരി ഇപ്പോഴും വന്നില്ലേ? ഇല്ല മാഡം, നീയും അവരെ വെയിറ്റ് ചെയ്താൽ അത് ഗസ്റ്റുകൾക്ക് ഒരു ബോറാവല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വീണ്ടും അനൗൺസ് ചെയ്യാട്ടോ, ഹായ് ഓൾ, സംഗീതിലെ അവസാന പെർഫോമൻസ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ശ്രുതിയുടെ കൂട്ടുകാരിക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ വരന്റെ ഭാഗത്തു നിന്ന് ഒരാൾ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാൻ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയട്ടോ അഞ്ജലി. ഇത് കേട്ടത് നമ്മുടെ മനോരമ മോഹനേട്ടന്റെ കൈ അങ്ങ് പിടിച്ചു വെക്കാണേ. എന്തിനാ എന്നെ പിടിച്ചു വെക്കുന്നത്? ഞാൻ പോവില്ല മനോരമേ, ഞാൻ പോവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹനേട്ടൻ. അതിനുശേഷം NK ബ്രോ ഞാൻ പോവാന്നുള്ള ഭാവത്തിൽ പോവാൻ നിൽക്കുമ്പോൾ ആകാശ് അവിടെ പിടിച്ചു വെക്കുകയാണേ. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ സോങ് പ്ലേ ചെയ്യണേ. അപ്പൊ ആരാ സ്റ്റേജിലേക്ക് വന്നതെന്നറിയാം എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അത് മറ്റാരും ആവില്ല, നമ്മുടെ അശ്വിൻ ബ്രോ ആയിരിക്കുവേ. അപ്പോൾ അത് കാണുമ്പോൾ NK പറയുന്നുണ്ട്, വൗ, ഇറ്റ്സ് അശ്വിൻ ബ്രോ. എൻ്റെ മൈ ഗോഡ്, കുഞ്ഞനാണോ ഇവളെ കൂടെ ഡാൻസ് കളിക്കാൻ പോകുന്നത്? അമ്മയ്ക്കൊന്നും പറയാനില്ല അമ്മേ. കുഞ്ഞൻ അതിൻ്റെ ഡാൻസ് ഒക്കെ അറിയോ എന്നൊക്കെ ചോദിക്കാട്ടോ മനോരമ. അങ്ങനെ അവർ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, റൊമാൻറ്റിക് ഡാൻസ്. അശ്വനാണെങ്കിൽ ശ്രുതിയെ എടുത്തിട്ടൊക്കെ ഡാൻസ് കളിക്കുകയാണേ. അങ്ങനെ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടുന്ന് ഓടി പോകുന്നുണ്ട്. അശ്വനാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക കേട്ടോ. ശ്യാമാണെങ്കിൽ ഇവരുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കട്ടോ, കൂടാതെ ഭയങ്കരമായിട്ട് ദേഷ്യവും കേട്ടോ. ആ സമയത്ത് അഞ്ജലി വന്നിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് പറയുന്നുണ്ട്, ശ്യാമേട്ടാ എന്താ നമ്മൾ ഈ കണ്ടത്? കുഞ്ഞൻ ആ ഡാൻസ് കളിച്ചതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് സത്യമാണോ ശ്യാമേട്ട എന്നൊക്കെ പറയുമ്പോൾ ശ്യാം ഒന്നും മിണ്ടാതെ അഞ്ജലിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ലാപ്പ് ചെയ്തിട്ട് എനിക്ക് പറയുന്നുണ്ട് ആകാശിനോട്, കുമാരി ശ്രുതിയെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാ. അപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് നമ്മുടെ അശ്വിൻ ബ്രോ ഇറ്റ്സ് എ വെരി സർപ്രൈസ് എന്ന് പറയണേ. അപ്പോൾ ആകാശം പറയുന്നുണ്ട്, ഏട്ടൻ ഇതെങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും ഏട്ടൻ പൊളിച്ചു എന്ന് പറയാട്ടോ. അപ്പോഴും അശ്വിൻ അവിടെ തന്നെ നിന്നിട്ടിങ്ങനെ മറ്റേതോ ലോകത്ത് നിൽക്കുന്ന പോലെ തന്നെ നിൽക്കാട്ടോ. അപ്പോൾ അശ്വിൻ്റെ അടുത്തേക്ക് അഞ്ജലി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയടാ കുഞ്ഞാ? അപ്പോൾ നീ ഞങ്ങളെ വെടിയാക്കുമായിരുന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് വന്നിട്ട്, റിയലി സർപ്രൈസ് അശ്വിൻ ബ്രോ, ഇറ്റ്സ് അമേസിങ്, അടിച്ച് പൊളിച്ചു അശ്വിൻ ബ്രോ. എതിർ ടീമിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം ശ്രുതിക്ക് സപ്പോർട്ടുമായി അശ്വിൻ ബ്രോ ചെന്നിട്ട് അവരുടെ ടീമിനെ ജയിപ്പിക്കാൻ നോക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ നമ്മുടെ മനോരമ അങ്ങോട്ടേക്ക് വന്നിട്ട്, ദാറ്റ് ഈസ് വെരി സാഡ്, നീ ആ ശ്രുതിയുടെ കൂടെ ഡാൻസ് കളിച്ചില്ലായിരുന്നെങ്കിൽ വി ദ കപ്പ് ഓഫ് ദ ഡേ, നമ്മുടെ കയ്യിലിരുന്നേനെ ആ കപ്പ് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അവളുടെ പാർട്ട്ണർ വരാത്തതുകൊണ്ട് അവളെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ. അതിനിപ്പോൾ ആര് തോറ്റാലും ജയിച്ചാലും നമ്മുടെ ഫാമിലിക്കുള്ളിൽ നിന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കാട്ടോ.
പിന്നെ എല്ലാ മത്സരവും തോൽക്കാനും ജയിക്കാനും വേണ്ടിയുള്ളത് മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാട്ടോ. എൻ്റെ മൈ ഗോഡ്, വാട്ട് എ ചേഞ്ച്. അഞ്ജലി ബേബി, അശ്വിൻ ബേബി പറഞ്ഞത് കേട്ടോ നീ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറയാറുള്ളത് അവനൊരു മുരടനാണെന്ന്, അവനൊരു പാവാണ്. എങ്കിലും എൻ്റെ കുഞ്ഞൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായില്ല എന്നൊക്കെ അഞ്ജലി പറയാണേ. തുടർന്ന് നമ്മുടെ എനിക്ക് ശ്യാമിനെയും അഞ്ജലിയെയും നോക്കിയിട്ട് പറയുന്നുണ്ട്, എങ്കിലും എന്ത് രസമായിരുന്നു അവരുടെ ആ പെർഫോമൻസ് കാണാൻ. പുളിയല്ലേ പുളി എന്ന് പറയുമ്പോൾ ബ്രോ ഉദ്ദേശിച്ച പൊളി എന്നാണോ? യാ ഓഫ് കോഴ്സ് എന്ന് പറയണേ. അതിനുശേഷം നമ്മുടെ അഞ്ജലി ചോദിക്കുന്നുണ്ട്, ശ്യാമേട്ട ശ്രുതിയെ കണ്ടോ? എന്തോ ഞാൻ കണ്ടില്ല എന്ന് പറയണേ. മനോരമയോട് ചെന്ന് ചോദിക്കുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ശ്രുതി എൻ്റെ പോക്കറ്റിലിട്ട് വെച്ചേക്കല്ല ശ്രുതിയെ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പോയിട്ട് പ്രീതിയോട് ചോദിക്കാട്ടോ. അവൾ റൂമിലുണ്ടാവും മാഡം, ഞാൻ പോയി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രീതി പോകുന്നുണ്ട്. എന്നിട്ട് വാതിലിൽ മുട്ടുമ്പോൾ ശ്രുതി നീ അവിടെ എന്തെടുക്കുക? ഒന്നുമില്ല ചേച്ചി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് പോവാട്ടോ. അതിനുശേഷം അവിടെ വന്ന് വാതിൽ മുട്ടുന്നത് നമ്മുടെ അശ്വിനായിരിക്കും. ശ്രുതി അത് നോക്കാതെ വാതിലിൻ്റെ കുറ്റിയൊക്കെ തുറന്ന് കൊടുത്തിട്ട് റൂമിൽ തിരിഞ്ഞു നിന്നിട്ടായിരിക്കും കേട്ടോ സംസാരിക്കുക. അപ്പോൾ അശ്വിനെ കാണാതെയാണ് നമ്മുടെ ശ്രുതി സംസാരിക്കുന്നത്. എൻ്റെ ചേച്ചി, എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ എന്താ അങ്ങനെ ചെയ്തത്? എൻ്റെ കൂടെ ഡാൻസ് കളിക്കാനോ? അയാൾക്ക് എന്താ പറ്റിയേ? തീർച്ചയായിട്ടും അയാൾ എന്തോ ഒരു കാര്യം മനസ്സ് കണ്ടിട്ട് തന്നെ ആവണം എൻ്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ടാവുക. അല്ല, അയാൾ എന്താ എന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? ശരിക്കും അയാൾക്ക് ഭ്രാന്താണോ ചേച്ചി? ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ അശ്വിനെ കാണുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരം പ്രണയമേ എന്നുള്ള പാട്ടാണ്. അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതികുമാരി ലക്ഷ്മി, നിന്റെ രണ്ടാമത്തെ പെർഫോമൻസിലും എൻ്റെ സഹായം വേണ്ടി വന്നു. നീ വിളിച്ചിട്ടില്ലെങ്കിലും നിന്നെ സഹായിക്കാൻ വന്ന എന്നോട് നീ ഒരു താങ്ക്സ് എങ്കിലും പറയുന്ന മര്യാദ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ മുഖത്തേക്ക് നോക്കി നിൽക്കാട്ടോ അശ്വിൻ്റെ. അങ്ങനെ നമ്മുടെ മനോരമ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നത് കാണുമ്പോൾ മോഹനേട്ടൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മനോരമേ? അതോ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തിങ്ക് ചെയ്യായിരുന്നു. അതെന്താ ഇത്രമാത്രം തിങ്ക് ചെയ്യാൻ? അല്ല, നമ്മുടെ അശ്വിൻ ബേബിക്ക് ശ്രുതിയുടെ വീട്ടുകാരെന്തെങ്കിലും മരുന്ന് കലക്കി കൊടുത്തിട്ടുണ്ടാവോ അശ്വിൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ജ്യൂസിലോ മറ്റോ എനർജി ഡ്രിങ്ക് വല്ലതും കലക്കി കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മനോരമേ നീ എഴുതാപ്പുറം ഇങ്ങനെ വായിക്കാതെ. അല്ല, ഇത് കേട്ടപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ മോഹനേട്ടാ? അതെ, നീ വല്ല ജ്യൂസിലും എന്തെങ്കിലും ഇട്ട് കലക്കി കൊടുത്തിട്ടാണോ ശ്രുതിയുടെ അമ്മ സ്റ്റേജിൽ കിളി പോയതുപോലെ നിന്നത്? ആ, അതെങ്ങനെ മനസ്സിലായി മോഹനേട്ടനെ? അപ്പൊ നീ ശരിക്കും കലക്കി കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ജ്യൂസിൽ ഞാൻ 2 സ്ലീപ്പിംഗ് പിൽസ് കലക്കി കൊടുത്തതാ. അതുകൊണ്ട് അവർ ഉന്നം മറന്ന് തെന്നിപ്പറന്ന് കഴിച്ചത്. എൻ്റെ മനോരമേ, ഒരാളെ ചതിച്ചിട്ടാണോ കോമ്പറ്റീഷനിൽ ജയിക്കേണ്ടത്? ആ, ജയിച്ചെങ്കിലേ കണക്കായിപ്പോയി. അങ്ങനെ ഇപ്പോൾ ആ ഫാമിലി എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് ആ നടരാജ വിഗ്രഹം കൊണ്ടുപോവണ്ട എന്ന് പറയുമ്പോൾ അമ്മായി അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഓ, ഇവളുടെ പണിയാണല്ലേ, കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കേട്ടോ എപ്പിസോഡ് കഴിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.